നമ്മുടെ ഇതിഹാസങ്ങളിൽ സ്ത്രീകൾ രാജ്യം ഭരിക്കുന്ന കഥകളുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചിരുന്നു. അതനുസരിച്ച് ഞാൻ ചെറിയ അന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ സ്ത്രീകളെ രാജ്യഭരണത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള വലിയ ശ്രമങ്ങൾ നമ്മുടെ ഇതിഹാസങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിൽ പ്രധാനം രാമായണത്തിൽ നടന്നതാണ്. ദശരഥനും കൗസല്യയ്ക്കും സ്വന്തം ചോരയിൽ ഒരു പെൺകുഞ്ഞ് പിറന്നിരുന്നു. ആ പെൺകുഞ്ഞിന്റെ പേര് ശാന്ത എന്നായിരുന്നു. ജനിച്ച കുഞ്ഞ് പെണ്ണായതുകൊണ്ട് ആണുങ്ങൾ ഭരിക്കേണ്ട രാജ്യം പെൺകുട്ടിക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന ആശങ്ക കൊണ്ട് ദശരഥൻ സ്വന്തം മകളായ ശാന്തയെ അംഗരാജ്യത്തിലെ ലോമാപാത മഹാരാജാവിന് ദത്തുപുത്രിയായിട്ട് കൊടുത്തു. ലോമാപാത മഹാരാജാവ് ശാന്തയെ രാജകുമാരിയായി വളർത്തി എങ്കിലും സ്വന്തം രാജ്യത്ത് മഴയില്ലാതായി ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ട സമയത്ത് മഴ പെയ്യിക്കുവാനായി വൈശാലിയെ ഉപയോഗിച്ച് ഋഷ്യശൃംഗനെ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവന്ന ലോമാപാത മഹാരാജാവ് ഋഷ്യശൃംഗന്റെ കഴിവിനാൽ മഴ പെയ്യിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ വളർത്തു മകളായ ശാന്തയെ ഋഷ്യശൃംഗന് കല്യാണം കഴിച്ചു കൊടുത്തു. അയോധ്യയുടെ മഹാറാണിയാകേണ്ടിയിരുന്ന, അയോധ്യ ഭരിക്കേണ്ടിയിരുന്ന ശാന്ത അങ്ങനെ ഋഷ്യശൃംഗന്റെ ആശ്രമവധുവായി തീർന്നു. ഇത് മാത്രമല്ല, പുത്രകാമേഷ്ടി യാഗം നടത്താൻ ദശരഥ മഹാരാജാവ് ക്ഷണിച്ചു വരുത്തിയത് ഇതേ ഋഷ്യശൃംഗനെയാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം മകളായ ശാന്തയുടെ ഭർത്താവായ ഋഷ്യശൃംഗനെയാണ്. പുത്രകാമേഷ്ടിയൊക്കെ നടത്തി രാമനെയും ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും ഒക്കെ ജനിക്കാനുള്ള പായസമൊക്കെ സമ്മാനിച്ചത് ഈ ഋഷ്യശൃംഗനാണ്. ഉപേക്ഷിക്കപ്പെട്ട മകളിലൂടെ ഒടുവിൽ പുത്ര സൗഭാഗ്യം ലഭിച്ച മഹാരാജാവാണ് ദശരഥൻ. സ്ത്രീകളെ സിംഹാസനങ്ങളിൽ നിന്നും അധികാരങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നത് ഇന്നത്തെ കാലത്തെ പരിപാടിയല്ല. ഇപ്പോ 33% സംവരണമൊക്കെ കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്ന് രാമന്റെ കാലത്ത്, ദശരഥന്റെ കാലത്ത് തന്നെ സ്ത്രീയായി ജനിച്ചതിന്റെ പേരിൽ അധികാര സ്ഥാനങ്ങളിൽ നിന്ന്, സിംഹാസനത്തിൽ നിന്ന്, കിരീടത്തിൽ നിന്ന് ഇറക്കി വിടപ്പെട്ട നാരീരത്നമാണ് ശാന്ത എന്ന ദശരഥപുത്രി.